സാൻ ഫ്രാൻസിസ്കോയിലെ വിഞ്ചസ്റ്റർ മിസ്റ്ററി ഹൗസിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? അമേരിക്കയിലെ ആദിവാസികളായ ഇന്ത്യൻസിൽ ഒത്തിരി പേര് വെടിയേറ്റ് മരിച്ചത് പ്രശസ്തമായ വിഞ്ചസ്റ്റർ തോക്കുകളിൽ നിന്നും ഉതിർത്ത വെടിയുണ്ടകൾ കൊണ്ടായിരുന്നു. ഈ തോക്ക് കണ്ടുപിടിച്ച ഒളിവർ വിഞ്ചസ്റ്ററുടെ മരണശേഷം അദ്ദേഹത്തിൻ്റെ വിധവയായ സാറ വിഞ്ചസ്റ്റർ തൻ്റെ ഭർത്താവ് കണ്ടുപിടിച്ച തോക്കുകൊണ്ട് മരിച്ച ഇന്ത്യൻസിൻ്റെ മരണശാപത്തെ ഭയക്കുവാൻ തുടങ്ങി. ഭയം ഉള്ളിൽ കയറിയ സാറ മന്ത്രവാദികളുടെയും പ്രേതങ്ങളുടെയും സഹായം തേടി. മന്ത്രവാദികൾ സാറയെ ഭയപ്പെടുത്തി. അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്ന ഇന്ത്യൻസിൻ്റെ ആത്മാക്കൾക്ക് താമസ സ്ഥലം ഉണ്ടാക്കിക്കൊടുത്താൽ അവർ നിന്നെ ഉപദ്രവിക്കുകയില്ല എന്നവർ സാറയോട് പറഞ്ഞു. സാറ 22 കെട്ടിടപ്പണിക്കാരെ വിളിപ്പിച്ചു. സാറ നൽകിയ നിർദ്ദേശങ്ങൾ അനുസരിച്ച് അവർ ഈ കൊട്ടാരം പണിയുവാൻ തുടങ്ങി. 6 ഏക്കർ സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്ന 160 മുറികളും 10,000 ജനാലകളുമുള്ള ഒരു മാളിക ഉണ്ടാക്കി. എല്ലാ ഡിസൈനിങ്ങും സാറയും അവളുടെ മന്ത്രവാദികളും പറഞ്ഞതുപോലെ 47 ചിമ്മിനികളും എങ്ങുമെത്താതെ അവസാനിക്കുന്ന വരാന്തകളും ഈ കെട്ടിടത്തിനുണ്ടായിരുന്നു. പല വാതിലുകളും തുറക്കുന്നത് ഭിത്തിയിലേക്കാണ്. പല പടികളും ചെന്നവസാനിക്കുന്നത് മേൽക്കൂരയിലാണ്. അതിനുള്ളിൽ കയറിയാൽ ഒരർത്ഥവുമില്ലാത്ത മുക്കും മൂലകളും മുറികളും പടികളും കാണാം. തൻ്റെ സമ്പാദ്യമെല്ലാം 38 വർഷങ്ങൾ ഈ മാളിക പണിയുവാൻ സാറ ഉപയോഗിച്ചു. 1922 സാറ മരിച്ചപ്പോൾ ഈ കെട്ടിടത്തിൻ്റെ പണി നിർത്തി. ഇന്ന് ഇതിപ്പോൾ ഒരു വിനോദ സഞ്ചാര കേന്ദ്രമാണ്. ഭയത്തിൽ ജീവിച്ചാൽ നമ്മുടെയും ജീവിതം അർത്ഥമില്ലാത്ത വിഞ്ചസ്റ്റർ മാളികയായി മാറും. ഒരിടത്തും ചെന്നെത്താത്ത ചിന്തകളും ഭയങ്ങളും ആശങ്കകളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അവിടെ നമ്മുടെ ജീവിതത്തെ പണിതുയർത്തുന്ന ദൈവവുമായി നമുക്ക് ഒരു ബന്ധവും ഉണ്ടാകില്ല. അവിടെ നമ്മെ ഭരിക്കുന്നത് ഭയമായിരിക്കും. ആ ജീവിതത്തിൽ ജീവന്റെ തുടിപ്പുണ്ടാകുകയില്ല. ഭയത്തിൽ പണിതുയർത്തുന്ന ജീവിതം പരിഹാസപാത്രമാകും. നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകുന്ന അവസരങ്ങളിൽ അടിമയെപ്പോലെയല്ല, ഒരു മകനെപ്പോലെ മകളെപ്പോലെ ജീവിക്കണം. ദൈവത്തിൽ നാം ആശ്രയം വെക്കുമ്പോൾ ദൈവം നമ്മെ പണിയുന്നു എന്ന് നമുക്കുറപ്പുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങൾക്കും ഒരു അർത്ഥമുണ്ട്. നമ്മുടെ സന്തോഷങ്ങൾക്ക് ഒരു അർത്ഥമുണ്ട്. നമ്മുടെ വേദനകൾക്ക് ഒരു ഉദ്ദേശമുണ്ട്. നമ്മുടെ പാട്ടുകൾക്ക് ഒരു പ്രത്യേക ഈണമുണ്ട്. നമ്മുടെ കണ്ണുനീരിനും നെടുവീർപ്പുകൾക്കും ഒക്കെ ഒരു അർത്ഥവും മൂല്യവും ഉണ്ട്. അനേകർ അർത്ഥമില്ലാത്ത പലതും പണിതുയർത്തുന്നുണ്ട്. അവരുടെ ഇഷ്ടപ്രകാരം അത് പണിയുന്നു. അവരുടെ ഭയത്തിൽ അത് പണിതുയർത്തുന്നു. എന്നാൽ സ്നേഹിത, നിന്റെ ജീവിതം പണിയുന്നത് ദൈവമാണ്. അതിൻ്റെ പുറകിലുള്ള പദ്ധതി ദൈവത്തിൻ്റെതാണ്. ദൈവം അത് പണിയുമ്പോൾ മരണഭയവും ശാപഭയവും പരാജയഭീതിയും പാടില്ല. അവർ വീടുകളെ പണിത് പാർക്കും. അവർ മുന്തിരിത്തോട്ടങ്ങളെ ഉണ്ടാക്കി അവയിലെ ഫലം അനുഭവിക്കും. അവർ പണിക, മറ്റൊരുത്തൻ പാർക്ക എന്ന് വരികയില്ല. അവർ നടുക, മറ്റൊരുത്തൻ തിന്നുക എന്നും വരികയില്ല. എൻ്റെ ജനത്തിൻ്റെ ആയുസ് വൃക്ഷത്തിൻ്റെ ആയുസ് പോലെ ആകും. എൻ്റെ വൃതന്മാർ തന്നെ തങ്ങളുടെ അധ്വാന ഫലം അനുഭവിക്കും.